പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പത്രോസിനെ തടവിലാക്കിയിരുന്ന സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയെ കേട്ട് പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു രംഗമാണ് ഈ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ 11-ാമത്തെ വാക്യം, 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഈ 11-ാമത്തെ വാക്യം. പത്രോസിനെ അത്ഭുതകരമായി ദൈവം കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ദൈവം കാരാഗൃഹത്തിൽ നിന്നും പത്രോസിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ പത്രോസ് എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു സന്ദർഭമായിരുന്നു. പക്ഷെ കാരാഗൃഹത്തിൽ നിന്ന് താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ താൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞത്. ഒന്ന്, ദൈവം കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു. സ്തോത്രം. ചില പ്രതികൂലമായ സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തികൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നമ്മെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം അല്പം കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭങ്ങളിലൊക്കെ പത്രോസ് ഒരു ബോധമില്ലാത്തവരായി നിൽക്കുക. എന്നാൽ കാരാഗൃഹത്തിന്റെ വാതിലുകൾ ഓരോന്നായി തുറന്ന് പത്രോസ് വെളിയിൽ വന്നപ്പോൾ തനിക്കൊരു സുബോധം വീണു. പത്രോസ് പറയുകയാണ്, കർത്താവ് തന്റെ ദൂതനെ അയച്ചു. സ്തോത്രം. ഒന്ന്, ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. നിങ്ങൾ ഇന്ന് ചില ഇരുളറകളിലാണോ? ആ മറ്റുള്ളവരാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടൊരു സാഹചര്യത്തിലാണോ? ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവം കൊണ്ടുവരുന്നത് തന്റെ ദൂതന്മാരെ അയച്ചാണ്. ആകയാൽ ആദ്യം ഇന്ന് പകൽക്കാലം അതങ്ങ് വിശ്വസിക്കരുത്. നമ്മുടെ പ്രതികൂലത്തിനകത്തിട്ട് നമ്മളെ കൊന്നുകളയാമെന്ന് ശത്രുവിന് പദ്ധതി ഉണ്ടെങ്കിലും അതൊന്നും സാധിക്കയില്ല. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന സത്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. രണ്ടാമത് പത്രോസ് അവിടെ പറയുന്നു, മനസ്സിലാക്കിയത്, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. സ്തോത്രം. അപ്പൊ ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചത് എവിടെ നിന്നാണ്? രാജാവിന്റെ കയ്യിൽ നിന്നാണ് ദൈവം വിടുവിച്ചത്. എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ചിലരാണ് നമ്മെ ചില മേഖലകളിൽ പിടിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ അധികാരം വെച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന ഈ വ്യക്തിയെ ആർക്കും എന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പിശാച് അതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ നോക്കി ചില സമയത്ത് പിശാച് പറയും, ഞാൻ അവനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന, ഞാൻ അവനെ തടഞ്ഞു വച്ചിരിക്കുന്ന ആ മേഖലകളിൽ നിന്നും ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അത് അവന്റെ അധികാരം വെച്ച് അവൻ പറയുന്നതാണ്. പക്ഷേ അവൻ അറിയാത്തതായ ഒരു സത്യമുണ്ട്. അവന്റെ അധികാരത്തെക്കാളും ശ്രേഷ്ഠമായ അധികാരമുള്ളവന്റെ ആത്മാവാണ് എന്റെയും നിങ്ങളിലും ഉള്ളിലുള്ളത്. ഇവിടെ പറയുന്നു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചില മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. പിശാച് അത്രമാത്രം നമ്മളെ പൂട്ടിട്ടങ്ങ് വെക്കും. ചില മേഖലകളിലൊക്കെ പിശാച് നമ്മളെ അങ്ങ് ഒതുക്കിക്കളയും. അവിടുന്ന് പുറത്തു വരിക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ യേശു കർത്താവ് പറയുന്നു, എത്ര അധികാരമുള്ളവന്റെ കൈയാൽ നമ്മൾ ഓരോരുത്തരും പിടിക്കപ്പെട്ടാലും ദൈവവൈതലെ, നിന്നെ അവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരുണ്ടാകിയാൽ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്.
മൂന്നാമത് അവിടെ പറയുന്നത് യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് വിടുവിച്ചു. ഒന്ന്, ജയിലിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം. രണ്ട്, അധികാരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. മൂന്ന്, ചില ജനത്തിന്റെ ചില പ്രതീക്ഷകളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. സ്തോത്രം. എന്തായിരുന്നു ജനത്തിന്റെ പ്രതീക്ഷ? പത്രോസിനെ അടുത്ത ദിവസം കൊണ്ടുവന്ന് കഴുത്ത് വെട്ടി അവനെ ഇല്ലാതാക്കാമെന്നായിരുന്നു ഒരു കൂട്ടം ആൾക്കാരുടെ പ്രതീക്ഷ. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുക തന്റെ ഭക്തനെ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോടും പറയുന്ന ദൂതത, പലർക്കും നമ്മെ തകർത്ത് കളയുമെന്നുള്ള ചില പ്രതീക്ഷയുണ്ട്. പലരും നിന്നെ, നിന്റെ കുടുംബത്തെയും, നിന്റെ ബിസിനസ്സിനെയും, നിന്റെ ആത്മീക മണ്ഡലത്തെയും, നിന്റെ ഭൗമിക മണ്ഡലത്തെയും, നിന്റെ തലമുറകളെയും ഒക്കെ നശിപ്പിച്ച് കളയണമെന്ന് പലർക്കും പദ്ധതിയുണ്ട് സഹോദരങ്ങളെ. എന്നാൽ ആ പദ്ധതികളെ തകർത്ത് കളഞ്ഞ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ശത്രു എത്ര ബലമുള്ള കയറ് കൊണ്ട് നിന്നെ ബന്ധിച്ചാലും, ശത്രു എത്ര ബലമുള്ള ചങ്ങല കൊണ്ട് നിന്നെ ബന്ധിച്ചു വെച്ചാലും, അവന്റെ സകല പ്രതീക്ഷകളെയും അവന്റെ സകല അധികാരത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മെ തകർക്കാമെന്നുള്ളത് അവന്റെ വ്യാമോഹമാണ്. അതുകൊണ്ട് ദൈവമൈതലേ, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥനയുടെ ശക്തി അത്ര വലിയതാ. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്ന് അധികാരികളുടെ അധികാരങ്ങളെ ഇല്ലാതാക്കി ചിലരുടെ പ്രതീക്ഷകളെ തകർത്ത് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുക. നിങ്ങൾ ഇന്ന് എത്ര വലിയ പ്രതികൂലത്തിലാണോ, എത്ര വലിയ സങ്കടത്തിലാണോ, എന്റെ കർത്താവ് നിങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുമോ? ആകയാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യേശു കർത്താവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അധികാരത്താൽ എത്രമാത്രം നിങ്ങളെ തകർത്ത്, നിങ്ങളെ കെട്ടിയിട്ടാലും, നിങ്ങളെ ബന്ധിച്ചു വെച്ചാലും, എൻ്റെ കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന പോലെ ആദിമപിതാക്കന്മാരെ പലവട്ടം ജയിലിലിട്ടു, തീച്ചുളയിൽ വലിച്ചെറിഞ്ഞു, സിംഹത്തിന്റെ കുഴിയിൽ വലിച്ചെറിഞ്ഞു. അവിടെ നിന്നൊക്കെ വിടുവിച്ചവൻ ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കുമോ? ദൈവവരങ്ങളിൽ സമർപ്പിക്കുമോ? ഇന്ന് പകൽക്കാലം നിങ്ങളെ സകല സങ്കടങ്ങളിൽ നിന്നും സകല പ്രതികൂലത്തിൽ നിന്നും, അതായത് മറ്റുള്ളവർ നിങ്ങളെ തകർത്ത് കളയാമെന്നുള്ള പലരുടെയും വ്യാമോഹങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഫോൺ നമ്പർ താഴെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിൽ എന്നെ വിളിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ എത്ര വലിയ പൂട്ടാൻ ശ്രമിച്ചാലും പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും സതയെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആ വിചാരം ഇസ്രായേലിന്മേൽ ഫലിക്കയില്ല. എത്ര മന്ത്രം കൊണ്ട് നിങ്ങളെ തളയ്ക്കാൻ ശ്രമിച്ചാലും, എത്ര വിധമായ പൂജാ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിച്ചാലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അതേ നിങ്ങളെ ദൈവം അവിടുന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങളെ ആ തന്ത്രങ്ങളിൽ നിന്നും മന്ത്രങ്ങളിൽ നിന്നും അതേ നേർച്ചകളും നേർച്ചകളിൽ നിന്നൊക്കെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാകിയാ. നിങ്ങളെ എത്ര പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നാലും അവിടുന്ന് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ആകയാൽ വിശ്വസിക്കുക, കർത്തൃകാര്യങ്ങളിൽ സമർപ്പിക്കുക, വിടുതലായി ഒരുങ്ങുക, യാത്രയ്ക്ക് പുറപ്പെടാം. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.